ധ്രുവിത് ശങ്കർ എന്നാണ് നമ്മുടെ സാറിന്റെ പേര്. പക്ഷേ വിശ്വാമിത്രൻ എന്നാണ് പിള്ളേർക്കിടയിലുള്ള സാറിന്റെ വട്ടപ്പേര്. അക്കു ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് ആദുവിന്റെ ഉള്ളിൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തു. അതെന്താണിടി അങ്ങനെ ഒരു പേര്? അതേതോ മഹർഷിയല്ലേ? മൊത്തത്തിലൊരു അവലക്ഷണക്കേടാണല്ലോ. ഒന്നും മനസ്സിലാകാതെ അവൾ അക്കുവിനോട് തിരികെ ചോദിച്ചപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ എത്തിയിരുന്നു. ഇങ്ങോട്ട് വാടി, അവിടെ ഇരിക്കാം. ഗാഥ മുന്നിൽ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ നോക്കി കാണിച്ചപ്പോൾ ആദു ഭയത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു. നമുക്ക് പിറകെ നിൽക്കാടി. ഒറ്റ കണ്ണടച്ചുകൊണ്ട് അഭ്യർത്ഥന പോലെ പറയുന്നവളെ കണ്ട ഇരുവരിലും ചിരി വിരിഞ്ഞു. പേടിക്കാതെ ഇങ്ങോട്ട് വാ പെണ്ണെ, ഞങ്ങളില്ലേ. ആ വാക്കുകളിൽ മറുത്തൊന്നും പറയാതെ അവളും അവരോടൊപ്പം മുന്നിലേക്ക് പോയിരുന്നു. കോളേജിലേക്ക് വന്ന നവാഗതർക്കായി ഒരുക്കിയ സൗഹൃദ പരിപാടിയാണെന്ന് കോളേജ് ചെയർമാൻ പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ തന്നെ പകുതി ആശ്വാസം നിറഞ്ഞു. ഇത് നമ്മുടെ ക്ലാസ്സിലെ ആ ത്രേയുടെ ബ്രദറാണ്. സ്വന്തം ബ്രദറല്ല, കസിനോ മറ്റുമാണ്. അക്കു സ്വാഗത പ്രസംഗം നടത്തുന്ന യുവാവിനെ നോക്കി പറഞ്ഞപ്പോൾ ആദ്യം അയാളെ നോക്കി. ത്രേയ, ആ നാമം അവൾ പലതവണ ഉരുവിട്ട് നോക്കി. ഓ ബുദ്ധൂസ്, അവൾക്ക് നമ്മളെ മാത്രമേ അറിയുള്ളൂ. അവളുമാരൊന്നും അവളോട് മിണ്ടാൻ പോലും വന്നിട്ടില്ല. ഗാഥ അക്കുവിനെ നോക്കി ഒന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാണല്ലോ എന്ന അർത്ഥത്തിൽ അവളും തിരികെ നോക്കി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പരിപാടി ആരംഭിച്ചു. ഒരു ചെറിയ പരിചയപ്പെടൽ, പിന്നെ സൗഹൃദപരമായി ആർക്കും ബുദ്ധിമുട്ടാവാതെ ചെറിയ ടാസ്കുകളൊക്കെ കോർഡിനേറ്റ് സംഘടിപ്പിച്ചു. ഒരു വലിയ ബൗളിലായി ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പുതിയ കുട്ടികളുടെ പേര് അതിൽ എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെയാണ് ടാസ്ക് ചെയ്യാൻ വിളിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സെലക്റ്റീവായ ഫ്രഷർ കുട്ടികൾക്ക് അതാത് ഡിപ്പാർട്ട്മെന്റിലെ സീനിയേഴ്സ് നൽകുന്ന കുഞ്ഞു ടാസ്കുകളാണ്. പാട്ടുപാടൽ, അഭിനയം, കോമഡി, ഡാൻസ്, കൂടാതെ ഫണ്ണി ടാസ്കും ഉണ്ട്. അങ്ങനെ ടാസ്കുകൾ പുരോഗമിക്കും തോറും ആദുവിന്റെ ടെൻഷൻ കുറഞ്ഞു വന്നു. അവളും പ്രോഗ്രാം എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ത്രേയ അവളുടെ ചേട്ടന്റെ അടുത്തേക്ക് പോകുന്നതും എന്തോ സംസാരിക്കുന്നതും കണ്ടത്. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞാണ് അടുത്ത അനൗൺസ്മെന്റ് അവിടെ മുഴങ്ങിയത്. സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്തവർക്കും ചെറിയ ടാസ്ക് ഉണ്ടെന്ന് കേട്ടപ്പോഴേ ആദുവിന്റെ ഹൃദയം പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. ഇത് ആ ത്രേയ ഒപ്പിച്ച പണിയാണെന്ന് തോന്നുന്നു. അക്കു ഗാഥയുടെ കാതോരം പറഞ്ഞു. ആദു ടെൻഷന്റെ മൂർധന്യതയിലെത്തി. BAയിൽ നിന്ന് 2 കുട്ടികളുണ്ട് സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്തത്. അവർക്കൊക്കെ കുഞ്ഞു ടാസ്കുകൾ കൊടുത്ത ശേഷം ആദുവിന്റെ ഊഴം വന്നു. വിറയ്ക്കുന്ന കാലടികളോടെ അവൾ സ്റ്റേജിലേക്ക് കയറി. കയ്യും കാലും വിറയ്ക്കുന്നതിനൊപ്പം നാവ് വരളുന്നതുപോലെ തോന്നി. കാര്യം അത്ര തൊട്ടാവാടിയല്ല, എങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഭയന്നു പോകാറുണ്ട്. അവൾ ത്രേയയുടെ ചേട്ടൻ ക്ഷണിച്ചിടത്തേക്കായി നിന്നു. ആദു അക്കുവും ഗാഥയും നിൽക്കുന്നിടത്തേക്കൊന്ന് ധൈര്യത്തിനെന്ന പോലെ നോക്കി. അവരെന്നെ നോക്കി എന്നെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ കൂൾ ആദൂസ് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പ് നൽകുന്നുണ്ട്. എങ്കിലും വേഗത്തിൽ മിടിക്കുന്ന ഹൃദയത്തിന് കാര്യം മനസ്സിലാവണ്ടേ, അതങ്ങനെ പെരുമ്പറം മുഴുക്കുകയാണ്. അപ്പോഴേക്കും ത്രേയയുടെ ചേട്ടൻ എൻ്റെ നേർക്കായി ലൂട്ടുകൾ ഇട്ടിരുന്ന ബൗളുമായി വന്നു. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. മനസ്സിൽ 100 പ്രാർത്ഥനകളോടെ അതിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് നോക്കിയത് ആ വിശ്വാമിത്രന്റെ മുഖത്തേക്ക്. അയാളുടെ മുൻവൈരാഗ്യമുള്ള പോലത്തെ മുഖഭാവവും ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമൊക്കെ കണ്ടിട്ടാകും അത്ര നേരം ഞാൻ സംഭരിച്ച ധൈര്യം ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോഴേക്കും ത്രേയയുടെ ഏട്ടൻ ആരവ് എൻ്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി. അതിലെഴുതിയിരിക്കുന്നത് മൈക്കിൽ കൂടി അനൗൺസ് ചെയ്തു. ഒരു സിനിമാ ഗാനം ആലപിക്കുക. എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ ശരീരം ചൂട് വ്യാപിക്കും പോലെ എനിക്ക് തോന്നി. ശബ്ദങ്ങളും കോലാഹലങ്ങളും എല്ലാം എന്നിൽ നിന്നും ഒത്തിരി ദൂരത്തെന്നതുപോലെ ഞാൻ കേട്ടു. കാഴ്ചകൾ അവ്യക്തമാകുന്നു. ശരീരം എൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ കൂടി ഭാരമില്ലാതെ പറക്കുവാണോന്നും എനിക്ക് തോന്നി. അപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നത് അവ്യക്തമായി ഞാൻ കണ്ടു. ഓഡിറ്റോറിയം ബഹളമായി. പിന്നെ ബോധം വന്നപ്പോൾ അവളൊരു റൂമിലാണ്. തൊട്ടടുത്ത് ഗാതു അക്കുവും ഉണ്ട്. 2 താടിക്ക് കൈയും കൊടുത്ത് അവളെ തന്നെ നോക്കിയിരിക്കുന്നു. 2 കണ്ണും മുഖമൊക്കെ കരഞ്ഞ പോലെ ചുവന്നിരിപ്പുണ്ട്. എങ്ങനെയുണ്ടിപ്പോ, ഓക്കെ ആയോ? ആദു എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവളുമാർ അവളെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. വലിയ കുഴപ്പമില്ലടി, പക്ഷെ തലയൊക്കെ പൊട്ടിപ്പൊളിയുന്ന പോലെ. ഇതെവിടെയാ നമ്മൾ?
അവൾ ആ റൂം കണ്ണോടിച്ചുകൊണ്ട് തലയിലൊന്ന് അമർത്തി ചോദിച്ചു. സത്യത്തിൽ അവൾ അത്രത്തോളം ക്ഷീണിച്ചു പോയി. വൈകി ഹോസ്പിറ്റലിൽ പോകാടാ, ഞാൻ പോയി പെർമിഷൻ എടുക്കാം, ഇത് സിക്ക് റൂമാ. ഗാദു കുറിച്ച് വിഷമത്തോടെ പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല പെണ്ണെ, ഉച്ചവരെയല്ലേ ഉള്ളൂ ക്ലാസ്, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം. അപ്പം മാറിക്കോളും. ആദു അവളുമാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എങ്ങനെയുണ്ടിപ്പോ? പുരുഷ ശബ്ദം കേട്ട് ആദു പിടിച്ചെഴുന്നേക്കാൻ ശ്രമിച്ചു. ആളിനെ കണ്ടപ്പോ പിന്നെയും അവൾ കാറ്റടിച്ച ബലൂൺ പോലെയായി. വീണ്ടും ഹൃദയം പഞ്ചാരി മേളത്തിന്റെ പ്രാക്ടീസ് ആരംഭിച്ചു. മിസ്റ്റർ വിശ്വാമിത്രൻ, ഞങ്ങളുടെ ധ്രുവിക് സാറാണ് അവിടേക്ക് വന്നത്. സിറ്റ് സിറ്റ്, എഴുന്നേക്കണ്ട. എങ്ങനെയുണ്ടിപ്പോ? ഓക്കെ ആണോ? ഹോസ്പിറ്റലിൽ പോണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വിശ്വാമിത്രൻ ചോദിക്കുന്നുണ്ട്. വേണ്ട സാർ, ഞാൻ ഓക്കെയാണ്. വീട്ടിൽ പോയാൽ മതി. പോയിക്കോട്ടെ. കോളേജ് സമയം അവസാനിക്കാറായി. അവൾക്ക് അയാളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ. ആദു അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇപ്പോൾ വലിയ ദേഷ്യം കാണിക്കാത്ത പോലെ. അതവൾക്ക് ചെറിയ ആശ്വാസം നൽകി. ഓക്കെ ഗാഥ, അക്ഷയ, നിങ്ങൾ പറ്റുമെങ്കിൽ ഇയാളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക്. ധ്രുവി അവരെ നോക്കി. ഞാൻ സ്കൂട്ടിയിലാണ് വന്നത്, തനിയെ പോയിക്കോളാം സാർ. പെട്ടെന്ന് പറഞ്ഞു. തല കറങ്ങുന്ന താനോ? വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു വരുത്തൂ. അപ്പോഴേക്കും അദ്വൈതിനെയും ആശംസനെയും കൂട്ടി അക്കു അവിടേക്ക് എത്തി. ഡോ, ഈ കുട്ടിയുടെ സ്കൂട്ടി ഒന്ന് വീട്ടിലെത്തിക്കുക. എവിടെയാണ് വീട്, വണ്ടി ഏതാ എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക. ധ്രുവിത് സാർ അദ്വൈതിനോട് പറഞ്ഞു. ഈശ്വര, തങ്കക്കുടം പോലത്തെ ഈ മനുഷ്യനെയാണല്ലോ ഞാൻ കാലനെന്നൊക്കെ തെറ്റിദ്ധരിച്ചത്. ആദുവിൻ്റെ പാവം മനസ്സിന് കുറ്റബോധം തോന്നി. നിങ്ങളൊരു ഓട്ടോ വിളിച്ച് ഈ കുട്ടിയെ കൊണ്ടാക്കുക. എന്നിട്ട് തിരിച്ച് ആ ഓട്ടോയിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോ. സാറ് പിന്നെയും ഗാഥയും അക്കൂനെയും നോക്കി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരിരുവരും തലകുലിക്ക് സമ്മതിക്കുന്നുണ്ട്. സാർ എന്നിട്ട് ഓട്ടോ കുലിക്ക് വേണ്ടി പേഴ്സ് തപ്പി പൈസ എടുത്തു. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് സാർ. അക്ഷയും ഗാഥയും സാറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും മുമ്പ് ആദു സാറിനോട് പറഞ്ഞു. സാർ ഓക്കെ എന്ന് പറഞ്ഞു പൈസ തിരികെ പേഴ്സിൽ വെച്ചു. ആദുവിനെ പതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവർ സിക്ക് റൂമിൽ നിന്നിറങ്ങി. വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? ധ്രുവി പിന്നെയും ചോദിച്ചതും അവൾ ഇല്ലാന്ന് പറഞ്ഞു. റൂം ലോക്ക് ചെയ്ത് ചാവിയും കൊണ്ട് ധ്രുവി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. അദ്വൈത് ആദുവിൻ്റെ വണ്ടിയിലും ആശംസ അദ്വൈതിൻ്റെ വണ്ടിയിലുമായിരുന്നു ആദുവിൻ്റെ വീട്ടിലേക്ക് പോയത്. ധ്രുവി കുറച്ച് സോഫ്റ്റായി ഇടപെടാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദുവിൻ്റെ വയ്യായ്ക്കൊക്കെ അകന്നു തുടങ്ങി. പിന്നെ സീനിയേഴ്സും വലിയ പ്രശ്നക്കാരായി തോന്നില്ല. ഇപ്പോൾ ടെൻഷൻ അകന്നപ്പോൾ അവൾ പഴയ ആദുവായി. അഡ്രസ്സും വഴിയുമൊക്കെ ആശംസിനും അദ്വൈതിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്യാമ്പസിലേക്ക് പറഞ്ഞു വിടാമെന്നാണ് അവർ പോയേക്കുന്നത്. ആദുവും ഗാദുവും അക്കുവും ക്യാമ്പസിലെ മുത്തശ്ശിമരത്തിൻ്റെ ചുവട്ടിൽ ഓട്ടോയും കാത്തിരുന്നു. അദ്വൈതും ആശംസും ക്യാമ്പസിലേക്ക് ഓട്ടോ പറഞ്ഞു വിട്ടു. മൂവരും അതിൽ കയറി ആദുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഓട്ടോയ്ക്ക് തൊട്ടു മുന്നേ തന്നെ രണ്ടു വാദികളും ഉണ്ടായിരുന്നു. ആദു കോളേജിൽ നിന്നും നേരത്തെ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് പാവം അമ്മ വഴിയോര കണ്ണുമായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് രണ്ട് വണ്ടികൾ വരുന്നത് കാണുന്നത്. ഒന്ന് ആദുവിൻ്റെ വണ്ടിയാണ്. അതൊരു ആൺകുട്ടിയാണ് ഓടിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവർ പെട്ടെന്ന് ഭയന്നു പോയിരുന്നു. അവരുടെ അടുത്തേക്ക് പായുമ്പോൾ ആദുവിൻ്റെ ഓട്ടോയും വീടിൻ്റെ വാതിക്കലെത്തി. അമ്മ ഓടി ഓട്ടോയ്ക്കരികിലേക്ക് വന്നു. അവരുടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് അവർ മൂന്നാൾക്കും സത്യത്തിൽ പാവം തോന്നി. എന്താ പറ്റി എൻ്റെ കുഞ്ഞിന്? അവളുടെ കയ്യിൽ പിടിച്ച് ശരീരമാകെ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞ് അവർ ചോദിച്ചു. എനിക്കൊന്നുമില്ല, ഞാൻ നല്ല പയറ് പോലല്ലേ നിൽക്കുന്നേ, നോക്കി വല്ല കുഴപ്പമുണ്ടോന്ന്. അതും പറഞ്ഞവൾ അവളെ അടിമുടി നോക്കി. ഇല്ല, പുറമേ അവൾക്ക് ഒരു കുഴപ്പവും തോന്നില്ല. പിന്നെന്താ ഓട്ടോയിൽ? അവരതും ചിന്തിച്ചു. എന്താ അമ്മേ, എൻ്റെ പുതിയ കോളേജിലെ കൂട്ടുകാർ വന്നിട്ട് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കില്ലേ? രംഗം കുറച്ച് ശാന്തമാക്കാൻ അത് കുസൃതിയോടെ പറഞ്ഞു. അപ്പോഴാണ് ആ കാര്യം അവരും ഓർക്കുന്നത്. അതുവരെയും മകളെ ഓർത്തുള്ള ആവലാതിയിലായിരുന്നവർ. കുട്ടികളെ സ്നേഹത്തോടെ വീടിൻ്റെ അകത്തേക്ക് ക്ഷണിച്ചു. ആദ്യമൊക്കെ അവർ ക്ഷണം നിരസിച്ചെങ്കിലും ഇന്ന് ഒരു നിർബന്ധിച്ചിരുത്തി സ്നാക്സും വെള്ളവും ഒക്കെ കൊടുത്തു. ഓട്ടോക്കൂലി അവരെ ഏൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അക്കും കാതും വാങ്ങിയില്ല. എങ്കിലും നാലിനും നാളെ ക്യാൻറ്റീനിൽ നിന്നും ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്ന് ആദു കരുതി. അവരെ യാത്രയാക്കി അവളും വീടിൻ്റെ അകത്തേക്ക് കയറി. അല്ലെങ്കിൽ
എപ്പോഴും വഴക്ക് പറയെങ്കിലും വയ്യെന്ന് കരുതിയാകണം പോരാളെ അവളെ റൂമിലേക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടു. ഈ റൂമുമായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു എന്നുള്ള ബന്ധമേ അവൾക്കുള്ളൂ. മുകളിലത്തെ നിലയിലാണ് അവളുടെ റൂം. റൂമിനോട് ചേർന്ന് ടെറസും ഉണ്ട്. റെസ്റ്റ് എടുക്കാൻ പാകത്തിന് അസുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ടെറസിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് ആദു പുറത്തേക്കിറങ്ങി. മുനിസിപ്പാലിറ്റി ഏരിയ ആയതുകൊണ്ട് റോഡിൻ്റെ ഇരു സൈഡിലുമായി അടുത്തടുത്ത് വീടുകളുണ്ട്. ഇടയ്ക്ക് റോഡിൽ കൂടി പോകുന്ന വാഹനത്തിൻ്റെ ശബ്ദങ്ങൾക്കപ്പുറം മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല. മടുപ്പ് തോന്നിയിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്ന ശേഷം ആദു കുളിച്ച് ഒന്ന് ഫ്രഷായി താഴെ അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മ അവിടെ അടുക്കളയിൽ ചായയും പഴംപൊരിയും ഉണ്ടാക്കുന്ന പണിപ്പുരയിലാണ്. അച്ഛൻ വരാറായിട്ടുണ്ട്. അവൾ വേഗം പൂജാമുറിയിലേക്ക് ചെന്ന് വിളക്കി വെക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി. വിശേട്ടാ, മോള് കോളേജിൽ തല കറങ്ങി വീണുന്ന്. മോളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാ ഇവിടെ കൊണ്ടാക്കിയേ. വിഷം വീട്ടിലേക്ക് വന്ന് കയറിയ ഉടനെ തന്നെ അമ്മ വലിയ കാര്യത്തിൽ പറയുവാണ്. സത്യങ്ങളൊക്കെ അറിഞ്ഞ എൻ്റെ അവസ്ഥ. രണ്ടും കൂടി എന്നെ കളിയാക്കി കൊല്ലും. ആദു മനസ്സിൽ ഓർത്തുപോയി. അച്ഛൻ പരിഭ്രാന്തിയോട് എൻ്റെ തലയിലൊക്കെ തൊട്ടു നോക്കി. ഓക്കെ ആണോടാ? ആശുപത്രി പോണോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓഫീസിൽ വീരശൂര പരാക്രമിയാണെങ്കിൽ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞാണ് എൻ്റെ പാവം അച്ഛ. അയ്യോ ഈ അമ്മ. അച്ഛ, അതെ, അതൊന്നുമല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നടന്നത് പറയാം. കുറച്ച് മടിച്ചിട്ടാണെങ്കിലും രാവിലെ മുതൽ കോളേജിൽ സംഭവിച്ച കാര്യങ്ങൾ അവരിരുവരോടും ആദു പറഞ്ഞു. അവരറിയാതെ എന്ത് രഹസ്യമാണ് അല്ലെങ്കിലും അവൾക്കുള്ളത്. തുടരും. കഥ എങ്ങനെ? വായിക്കാൻ രസമുണ്ടോ? ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് വേണം. പിന്നെ ഒരു പാട്ട് കൂടി വേണോ എന്ന് കമൻ്റ് ഇടണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.